ഉത്സവത്തിന്റെ പാർട്ട് 2 ആണ് ഇത്. വീഡിയോസ് കുറെ ഉള്ളത് കാരണം ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണാക്കി അപ്ലോഡ് ചെയ്യണത്. വിളക്ക് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു ഐസ്ക്രീം കഴിച്ചിട്ട് വേഗം പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ടാ. വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കടലയുടെ കട ഞാൻ കണ്ടുവച്ചിരുന്ന ഡ്രസ്സ് മാറി നേരെ കഴിക്കാൻ ചെന്നപ്പോഴേക്കും അമ്മൂന്റെ അമ്മയായിരുന്നു കടല മേടിച്ചത്. പിന്നെ കുഞ്ഞു പെണ്ണെ കൊണ്ട് കുറച്ചേരം അമ്പലത്തിന് അവിടെ പോയിരുന്നേ. ദേവസിന്റെ ഉടുപ്പ് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് അവളെ കൊണ്ട് കറക്കൊക്കെ കറക്കിപ്പിച്ചിട്ടാണ്. വിളക്കെല്ലാം കല്ലന്താഴ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചിട്ട് പാളത്തിൽ കൂടി ആയിട്ട് നടന്നു വരുന്നത്. അത് കുറച്ചേരം കണ്ടപ്പോ തന്നെ ഒരാൾക്കോട് ദാഹിച്ചേ. ഡാൻസ് കളിച്ചോണ്ടിരുന്ന വേണു ഞാൻ വീട് കണ്ടപ്പോ അത് നിർത്തിയിട്ട് നേരെ സൈഡിൽ കൂടെ എന്റെ അടുത്ത് വന്നു കേട്ടോ. അവൻ പിന്നെ കുഞ്ഞിപ്പെണ്ണെ എടുത്തോണ്ട് അതിന്റെ ഉള്ളിൽ പോയി നിന്നേ. കുഞ്ഞിപ്പെണ്ണാണെന്നുണ്ടെങ്കിൽ ലൈറ്റും സൗണ്ടും എല്ലാം കേട്ട് അന്ന് വിട്ട് കുന്നു വീഴി നിൽക്കട്ടോ അവള്. ഭയങ്കര ഇഷ്ടമായിട്ട് അതുകൊണ്ട് തന്നെ അവളെ എല്ലായിടത്തേക്കും നോക്കിയിരിക്കാറുണ്ട്. എന്താ ഇവിടെ നടക്കണേന്ന് നോക്കിയിട്ട്. ഈ വെള്ള ഷർട്ട് ഇട്ട് ഡാൻസ് കളിക്കണാട്ടോ ഇക്ബാലിക്ക. നാളെ തിരിച്ച് ഗൾഫിലേക്ക് പോകേണ്ട ആളാട്ടോ ഇവിടെ കിടന്ന് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഡാൻസ് ഒക്കെ നിർത്തിയിട്ട് കുഞ്ഞിപ്പെണ്ണെ കൊണ്ട് എല്ലായിടത്തും നടക്കലായിരുന്നു അവന്റെ പണി. കൊറേ ഫ്ലോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനമായിരുന്നേ. വീട്ടിലേക്ക് വന്നിട്ട് ചന്ദന ചേട്ടൻ ഉണ്ടായിരുന്നപ്പോ അങ്ങ് തുഫായിന്ന് അഞ്ചു ചേച്ചിയും ചേച്ചിയുടെ ചേച്ചി എന്നെ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നേ കാണാനായിട്ട്. അവസാന അമ്പലത്തിലെ നാടൻപാട്ടും ദൃശ്യാവിഷ്കാരം ഉണ്ടായിരുന്നേ. അത് കാണാൻ പോയിട്ട് ലാസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാണ്ട് മിസ് ആയിട്ടുണ്ടായിരുന്നേ. രാഘവ് ചേട്ടനും അമ്മു ആണ്ടെ ഒരുപാട് ക്ലിപ്സ് എനിക്ക് തന്നത്. അവർക്കൊരു ബിഗ് താങ്ക്സ് ഉണ്ട് ട്ടാ. പിന്നെ പടക്കം പൊട്ടുന്നത് കണ്ടിട്ട് വീട്ടിൽ പോയിട്ടാ. പറ്റുള്ളൂ ഗൈസ്, ബൈ.